എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലായിടത്തും ഏറെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലഹരിക്ക് അടിമപ്പെട്ട ആളുകളാണല്ലോ. ഇന്നിപ്പോൾ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ കലഹങ്ങൾ, മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്നവർ, സഹോദരങ്ങളെ കൊലപ്പെടുത്തുന്നവർ, സ്കൂളുകളിലും കോളേജുകളിലും പ്രശ്നങ്ങളുണ്ടാക്കുന്നവർ, അധ്യാപകരെ മറുതലിക്കുന്നവർ, അധികാരികൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്നവർ, പോലീസുകാരെ ചീത്ത വിളിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. മുമ്പെങ്ങും ഇല്ലാത്ത വിധം എണ്ണം വർദ്ധിക്കുന്നുണ്ട്. പഴയകാലത്തും മദ്യപിക്കുന്നവർ, പുകവലിക്കുന്നവർ അല്പസ്വല്പമുണ്ട്. വളരെ ചെറിയൊരു ശതമാനമായിരുന്നു. സ്കൂൾ കുട്ടികളുടെ ഇടയിൽ പഴയകാലത്ത് കണ്ടിരുന്നില്ല. കോളേജിലോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെല്ലുമ്പോൾ കുറച്ചുകൂടി പ്രായമായ ആളുകളുടെ ഇടയിൽ വളരെ ചെറിയൊരു ശതമാനം മദ്യപിക്കുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ സമൂഹത്തെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ചെറുപ്പക്കാരായ ആളുകൾ, കോളേജ് ലെവലിൽ നിന്ന് മാറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിപ്പെട്ട് ഇപ്പോൾ ജീവിതം നശിപ്പിച്ചു കളയുന്ന ഒത്തിരി ആളുകളെ കാണുന്നു. മാത്രവുമല്ല, ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിപ്പെട്ട് ഒത്തിരി അക്രമവാസനകൾ ചെയ്യുന്നുണ്ട്. പണം കണ്ടെത്തുവാനായിട്ട് ഏത് കുൽസിത മാർഗവും സ്വീകരിക്കുന്ന ചെറുപ്പക്കാരെ കാണാം. സമൂഹത്തിൻ്റെ മൂല്യച്യുതിയെയാണ് ഇത് കാണിക്കുന്നത്. പണ്ടത്തെക്കാളും അല്ലെ മുമ്പ് കാലങ്ങളെക്കാളും മനുഷ്യന് കൂടുതൽ വിദ്യാഭ്യാസവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല വീടുകളിൽ താമസിക്കുന്നവർ, നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ, നല്ല സാമ്പത്തിക സ്രോതസ്സുള്ള ആളുകൾ ധാരാളം ഉള്ള ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് അതിൻ്റെ മുന്നോട്ടുള്ള ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് കോട്ടം സംഭവിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കിയിരിക്കുന്നത്. ഇത് പല സാധനങ്ങളാണ്. പോലീസ് അധികാരികൾ വാഹനം ഓടിക്കുന്നവരെ, മദ്യപിച്ചവരെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ ബ്രീത്ത് അനലൈസറുകളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഇപ്പോൾ തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ മണമില്ലാത്ത അല്ലെ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വളരെ പെരുകിയിരിക്കുന്നു. റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചെത്തും അല്ല ജീവനോടെ തിരിച്ചെത്തും എന്നുള്ളതിൽ വളരെ സംശയമാണ്. സ്കൂളിനടുത്ത് ഉള്ള കടകൾ മുൻകാലങ്ങളിൽ സ്ലേറ്റ്, ചോക്ക്, കല്ല്, പെൻസിൽ, പേപ്പർ, പേന, പെൻസിലൊക്കെ വ്യാപാരം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ അതിനപ്പുറത്ത് കുട്ടികൾക്ക് ആവശ്യമായ ദുരുപയോഗം ചെയ്യുന്ന ധാരാളം വസ്തുക്കൾ വിൽക്കുന്ന ധാരാളം കടകൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനെതിരെ സമൂഹം ഉണരേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ നന്നാകുന്നതിന് ഭയം ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ, നിയമസംഹിതകളെയും നിയമപാലകരെയും ഭയമില്ലാത്ത ഒരു രീതിയിൽ സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടായാൽ തീർച്ചയായിട്ടും ആർക്കും ആരെയും ഭയമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പം മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ ഇടയിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ വ്യാപാരം ചെയ്യുന്ന ആളുകളെ ഒക്കെ പിടിച്ച് കേസ് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അവർ ജാമ്യത്തിലിറങ്ങി വീണ്ടും അതേ ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത്. കഞ്ചാവ് വ്യാപാരം ചെയ്യുന്നവരത് ചെയ്യുന്നുണ്ട്, MDMA വ്യാപാരം ചെയ്യുന്നവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ആവർത്തിക്കാതിരിക്കുവാനായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഈ പിടിച്ചു കൊണ്ടുപോകുന്നവർ 4 നേരവും നല്ല സമൃദ്ധമായ ഭക്ഷണം കൊടുത്ത് അവരെ പരിപോഷിപ്പിക്കുകയും ജാമ്യം കൊടുത്തവരെ പുറത്തു വിടുകയും ചെയ്യും. പുറത്തിറങ്ങിയിട്ട്
വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. ഭക്ഷണമൊക്കെ കുറയ്ക്കണം. അപ്പോൾ നല്ല ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നതിനേക്കാൾ ജയിലിലിടുന്നവർക്ക് 4 നേരത്തിന് പകരം 2 നേരം ഭക്ഷണം കൊടുക്കുന്ന രീതി ഉണ്ടാകണം. സമൃദ്ധമായ ഭക്ഷണം കൊടുക്കരുത്. മാത്രവുമല്ല, അവിടെ ഒരു തൊഴിലും പരിചയമില്ലാതെ ഇങ്ങനെ ആദായമാർഗം ഉണ്ടാക്കുന്ന ആളുകൾക്ക് തൊഴിൽ പരിശീലനം കൊടുത്ത് അവർ വെളിയിലിറങ്ങി മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയിലേക്ക് സമൂഹം മാറണം. തീർച്ചയായിട്ടും സമൂഹം ഒന്നായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്നൊരു സമയമാണ്. അധ്യാപകരും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒത്തൊരുമിച്ച്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്തുള്ള കടകൾ മാത്രമല്ല, ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തുള്ള കടകൾ, റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള കടകൾ, ഇങ്ങനെയുള്ള കടകളെല്ലാം പരിശോധിക്കുവാനും നിരീക്ഷണത്തിൽ ആക്കുവാനും ഈ എക്സൈസ് പോലീസ് അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായിട്ട് ഈ ലഹരി ഉപയോഗം ആയിത്തീരാതെ അതിൽ നിന്ന് മുക്തി നേടി നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ, കെട്ടിപ്പടുക്കുവാൻ നമുക്കെല്ലാവർക്കും കൂട്ടായിട്ട് പ്രയത്നിക്കാം.